ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറേ നാളായി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇത് ഞാൻ കുറച്ച് ഡേയ്സ് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ രാവിലെ 5 മണിക്കാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. 5 മണിക്കോ അല്ലെങ്കിൽ ഒരു 5:15 ആകുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. 6:50 ആകുമ്പോഴാണ് സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാം ഒന്ന് സെറ്റാക്കണം. പിന്നെ കുറച്ച് ഭാഗങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുട്ടികളുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ടൈം ആവുമല്ലോ. അപ്പോൾ റെഡിയാക്കാനും ലേറ്റ് ആവും. ഇന്നുവിന് സ്കൂളിൽ 2 റിസസ് ടൈം ഉണ്ട് കേട്ടോ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കൊടുക്കണം, അതുപോലെ ലഞ്ചും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിന്നുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്നും തിന്നൂല. കാരണം ആ ഒരു ടൈം ആയതുകൊണ്ട് അവർക്ക് ചായ പോലും കുടിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോവുക. അങ്ങനെ ഇപ്പോൾ ഇതാ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കി നമ്മൾ താഴേക്ക് പോകലാണ്. സ്കൂൾ ബസ് വരാനുള്ള ടൈമായി. പിന്നെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ ഒരു ടൈമിന് പുറത്തിറങ്ങുമ്പോൾ. അതുകൊണ്ട് രണ്ടുപേരും ക്യാപ്പ് വേണമെന്നും മിറ്റൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇടലാണ്. ഇന്നു പിന്നെ ബാഗിലെടുത്ത് വെച്ച് അതിട്ടിട്ടില്ല. സുവ പിന്നെ മിറ്റണും അതുപോലെ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ബസ്സിൽ കയറുന്നത് വരെ ഉണ്ടാവും കേട്ടോ. ബസ്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അയച്ചു വെക്കും. സ്കൂളിൽ അതൊന്നും ഇടാറില്ല. ഞാനും അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഷോക്സും അതുപോലെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഞാനും നടക്കുക. കാരണം നല്ല തണുപ്പുണ്ട്. പിന്നെ ഇപ്പോൾ 6:50 ആയിക്കഴിഞ്ഞാലും അത്ര വലിയ വെളിച്ചം വരാനൊന്നും ആയിട്ടില്ല. കുറച്ചൊരു ഡാർക്ക് പോലെയാണ് പുറത്തൊക്കെ. അങ്ങനെ പിന്നെ കുട്ടികളെ സ്കൂളിലൊക്കെ അയച്ചതിന് ശേഷം ഞാൻ പിന്നെ ഷിബിക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ 8:30 ആയിട്ടുണ്ട് കേട്ടോ. 8:30ക്കാണ് ഷിബിക്കാക്ക റെഡി ആവുന്ന ടൈം. 9 മണിയാകുമ്പോഴേക്ക് ഓഫീസിലെത്തണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ഷിബിക്കാക്ക കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വ്ളോഗ് കണ്ടാലാണ് ഇതൊക്കെ ഇവളിപ്പോൾ എടുത്തതെന്ന് അറിയുന്നത്. അപ്പോൾ ഷിബിക്കാക്ക ഡ്യൂട്ടിക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കലാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കംഫർട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ക്ലീനിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അടിച്ചുവാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കോഫി ഉണ്ടാക്കലാണ്. കുട്ടികളും ഷിബിക്കാക്കും എല്ലാം പോയതിന് ശേഷം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചായ ഇതൊക്കെ കുടിക്കുന്നത്. എന്നാൽ മാത്രമേ എനിക്ക് കുറച്ച് ടൈം ടി വി ഒക്കെ കണ്ട് സമാധാനത്തിൽ കുടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യലാണ്. ഇനിയിപ്പോൾ കുറച്ച് ടൈമൊന്ന് ടി വി കണ്ടിരിക്കണം. ഒന്നെങ്കിൽ ടി വി കാണും, അല്ലെങ്കിൽ ഫോണിൽ റീൽസ് കാണും. അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. ഷിബിക്കാക്ക് ഒരു 1:15 ആകുമ്പോൾ വീട്ടിൽ വരും കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് 4 മണിക്കാണ് അടുത്ത ഡ്യൂട്ടി വരുന്നത്. പിന്നെ 12 മണിയാകുമ്പോഴേക്കും സുഖ വരും കേട്ടോ. അവൾക്ക് 10:50 വരെയാണ് സ്കൂളുള്ളത്. പക്ഷേ സ്കൂൾ ബസ് ഇവിടെ എത്തണമെങ്കിൽ 12 മണിയാവും. അപ്പോൾ കറക്റ്റ് 12 മണിയാകുമ്പോഴേക്കും ഞാൻ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് താഴെ പോയി നിൽക്കണം. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ രാവിലെ ആകുമ്പോഴേക്കും അത് കുറച്ച് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈഡായിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കാമെന്ന്. ഇങ്ങനെ പിന്നെ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഭയങ്കര തിരക്കായിരിക്കും ട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കാര്യമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡൊന്നും ഉണ്ടാക്കാണ്ട് തലേ ദിവസത്തെ ചിക്കൻ കുറുമ എടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഉള്ളി കച്ചമ്പറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ബീഫ് വരള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇതാ സുവാനെ കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ താഴെ. 12 മണിക്കാണ് ബസ് വരാം. അങ്ങനെ ഇപ്പോൾ അവളെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകലാന്ന്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ അവള്. പിന്നെ സ്കൂള് വിട്ട് വന്നപാട് ഓരോന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെയാ നടന്നേ, എന്താ ഉണ്ടായത്, എന്താ പഠിപ്പിച്ചതെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവളിങ്ങനെ പറയലാന്ന് എന്താ ഉണ്ടായെന്നൊക്കെ. പിന്നെ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ അവളും വേഗം ആൻസർ ചെയ്യും.
പക്ഷേ ഇന്നും അങ്ങനെയല്ല ട്ടോ. ഇന്നുവിന് കുറേ ടൈം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾക്കും വേഗം ദേഷ്യം വരും. അപ്പോൾ അവൾ പറയും ഉമ്മ ഒന്ന് വായ വിട്ട് കുറേ ടൈം ആയല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് പറയും. ഇന്നുവിന് വൈകുന്നേരം വരെ ഉണ്ട് ട്ടോ. അപ്പോൾ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ 2:20 വരെ ഉള്ളൂ. പിന്നെ ബസ് എത്താൻ വേണ്ടിയിട്ട് എന്തായാലും 3:30 ആവും. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം വരെ ആകുന്നത്. പിന്നെ സ്കൂൾ വിട്ട് വന്നപാടന്നെ ചിന്തിക്കാൻ തുടങ്ങും അവള് എന്താ ചെയ്യേണ്ടത് അടുത്തതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിലാണ് ഉള്ളത്. വന്നപാടെ എന്നോട് പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണം ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഓറഞ്ചൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ പോയിന്ന്. ഞാൻ പിന്നെ ഒന്ന് അപ്പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കുണ്ട് അവള് കത്തിയൊക്കെ എടുത്തിട്ട് എങ്ങനെയല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അത് ഉലിയാനും കിട്ടുന്നില്ല. അങ്ങനെയല്ലോ ഏതോ രീതിയിൽ കട്ട് ചെയ്തോണ്ട് അങ്ങനെ പിന്നെ ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാ. എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് ഓരോ പണിയും കൊണ്ട് വരുംട്ടാ. ചില സമയത്ത് ഫുള്ള് ഹാളിലൊക്കെ മൊത്തം ടോയ്സ് ഒക്കെ നിരത്തി വെച്ചിട്ട് ഷോപ്പ് പോലെ ആക്കി വെക്കും. എന്നിട്ട് ഇത് ഷോപ്പാണെന്ന് പറഞ്ഞിട്ടാ കളിക്കുക. ഇന്നിപ്പോ ജ്യൂസ് അടിക്കലാത്ത പണി. കാര്യം പറഞ്ഞാല് ഓക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ജ്യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കിങ്ങനെ ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്യാനും ജ്യൂസ് അടിക്കാനും അത് ഗ്ലാസ്സിൽ ഒഴിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ ഓള് കുറേ സമയമായിട്ട് ഈ ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇന്നും ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടില്ലേ, കുറെ ടൈം ആയല്ലോ എന്ന് ചോദിച്ചപ്പോ ശരിക്കും അവള് കുടിക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ വെറുതെ ആ ഗ്ലാസ് ഇങ്ങനെ വായിക്ക് വെച്ച് നിൽക്കുന്നു. എന്റെ മുമ്പിൽ കാണിക്കണ്ട ഞാൻ കുടിക്കുന്നുണ്ട് എന്ന് അതിന് വേണ്ടിയിട്ട്. അതിനി 1 മണിക്കൂർ കുടിക്കാൻ തുടങ്ങിയാലും ആ ജ്യൂസ് കഴിയൂല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് വേണ്ട, വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് അടിച്ചതാണ്. അങ്ങനെ പിന്നെ അത് കുടിച്ചിട്ടൊന്നുമില്ല കേട്ടാ തിരിച്ചു വെച്ചത്. അങ്ങനെ പിന്നെ ആ ഉടായ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇത് ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി വരുന്നത് വരെ അവർക്ക് ഭയങ്കര ബോറടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ്. എന്റെ ഇടയ്ക്ക് ഷിബിക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇപ്പൊ 3:30 ആയിട്ട് അതിനുവിന്റെ ബസ് വന്നിട്ടുണ്ട്. വീട്ടിലെത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് ഓള് മുടിയൊക്കെ അയച്ച് കളഞ്ഞിട്ടാ ബസ്സിൽ നിന്ന് തന്നെ. ഇതിപ്പോ ഞാൻ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ വന്നതിന് ശേഷമുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം പിന്നെ ഷെബിക്കാക്കാക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമായി. അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ഇവരോട് കുട്ടികളോട് കളിച്ചിട്ട് തന്നെ കുറേ ടൈം പോകും. അപ്പം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായ ബീഫ് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളിയും പിന്നെ 2 സവാളയും കൂടിയിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് കണ്ണൂർ സ്റ്റൈൽ ബീഫ് വരളൻ്റെ റെസിപ്പിയാണ്. പക്ഷെ ഞാനത് വരളയാക്കിയിട്ട് എടുക്കുന്നില്ല, കുറച്ച് ഗ്രേവി ഞാൻ ആക്കുന്നുണ്ട്. അത് വരള വേണമെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കലാണ്. കാരണം ഷിബിക്കാൾക്ക് ബീഫ് അങ്ങനെ കൂട്ടാൻ പാടില്ല. കാരണം യൂറിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല. റെഡ് മീറ്റ് അതുപോലെ പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ഡയറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അരിഭക്ഷണം അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ബീഫ് കുറേ പീസൊന്നും കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി പോലെ ആക്കുന്നതാണ്. ഇപ്പം പിന്നെ നമ്മൾ 1 മാസത്തോളം ആയിട്ടോ ബീഫൊന്നും കഴിക്കാത്ത. അതുകൊണ്ടാണ് പിന്നെ ഷിബിക്കാക്ക എന്നെ ബീഫ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായേ. അങ്ങനെ പിന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇടയ്ക്കെപ്പെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ 1-2 പീസൊക്കെ അങ്ങനെ കൂട്ടും. പിന്നെ ഞാനിതിൽ ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത്. ഇതിപ്പോൾ നമ്മൾ വരളാക്കുന്നതാണെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ ഒരു 3 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് വേവിക്കുന്നുണ്ട്. പിന്നെ ബീഫ് വരളൻ്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അരച്ചെടുക്കലാണ്. പിന്നെ ഇതിലേക്ക് ചെറിയ സവാളയും പിന്നെ തേങ്ങ, വലിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പത്തലിൻ്റെ പൊടി ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ ടേസ്റ്റി ഫുഡിൻ്റെ ഈ ഒരു പത്തലിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യൽ. ഇതാവുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റും. നമ്മൾ മലബാർ സ്റ്റൈലായിട്ട് നമ്മൾ പത്തൽ ഉണ്ടാക്കില്ലേ പച്ചവെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പിടിക്കുന്ന അതേ ടൈപ്പിലുള്ള പൊടിയാണ്. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇന്നു വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എമറാത്തി ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്
ഓളെ MSc സബ്ജക്റ്റിൽ ഒരു എമറാത്തി ഫുഡ് ഉണ്ട്, ഡേറ്റ്സ് ബോളാണ് ശരിക്കും. അതിൽ ഡേറ്റ്സും പിന്നെ വാൾനട്ട്, കൊക്കോ പൗഡർ, വനില എസൻസ് അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ബോളാക്കി എടുക്കൽ. ഫയർലെസ് ആണ്, നമ്മൾ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യുന്ന വേണ്ട. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞാൻ നെയ്പ്പത്തിൽ ചുടാണ്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഉണ്ടാക്കി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓളത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഇത് നെയ്പ്പത്തലിന് വേണ്ടിയിട്ട് ബോൾസ് ആക്കി വെക്കലാന്ന്. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ബാക്കി പരിപാടി ചെയ്യാനുണ്ട്. ഇനി ബീഫ് വരള റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു മസാലപ്പൊടി തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് കുരുമുളകും പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഈ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. കാരണം ഇതിൽ കുരുമുളകും പിന്നെ വലിയ ജീരകവും പൊടിയാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ജാറിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ മസാല റെഡിയാക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ തക്കാളി കുറച്ച് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്രേവി വേണ്ടാണ്ട് വരള പോലെ തന്നെ വേണ്ടവരാണെങ്കിൽ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് ബീഫ് മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് വറ്റിച്ചെടുക്കുക. ഞാനിപ്പം വെള്ളം വേണ്ടതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു മസാലയ്ക്കൊന്ന് പിടിക്കുന്നവരെ. ഇനി ലാസ്റ്റായിട്ട് ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, വറവിട്ട് കൊടുക്കുക. അതായത് നമ്മളെ നാട്ടിൽ കാച്ചി വയ്ക്കാമെന്നു പറയാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കാഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബീഫ് വരല ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗ്രേവി പോലെയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വരളയാക്കുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ഇത് വറ്റിച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ വറ്റിച്ചെടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് സെറ്റ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഇത് വറ്റി വരും. അങ്ങനെ ബീഫ് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്പ്പത്തിൽ ചുടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ അതിൻ്റെ ആ ഒരു നെയ്പ്പത്തിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അതിട്ടിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കലാണ്. പക്ഷേ ഞാനിത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഒന്നും ഷൂട്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചുട്ടെടുക്കുന്നതൊന്നും ഷൂട്ടായിട്ടില്ല. പിന്നെ നെയ്പ്പത്തിൽ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ വീഡിയോ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ടൈം രാത്രി ഒരു 9-9:30 മണി ആയിട്ടുണ്ട്. ഷെബിക്കാക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് എടുത്ത് വെക്കലാണ്. ഇതിപ്പോൾ കുറച്ചും കൂടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്ത് വെക്കലാണ്. നെയ്പ്പത്തിൽ ഞാൻ ഈ ഒരു പാത്രത്തിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഷിബിക്കാക്ക ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഷിബിക്കാക്കാൻ്റെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഫാമിലിയും. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ 2 പാക്ക് ബീഫും പിന്നെ ഉണ്ണിയപ്പം പിന്നെ കായ് ഹൽവ ഇല്ലേ, ബനാന ഹൽവ, അത് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ബീഫ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് ബീഫൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കലാണ്. പിന്നെ ഈ ഒരു കായ് ഹൽവ അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം കൂടിയിട്ടെല്ലാം ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇതുപോലത്തെ സാധനമൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല രസമല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. പിന്നെ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പോയിട്ടുള്ളത് December 29-നാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ ദുബായിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ട്, എൻ്റെ ഇളയ. അപ്പോൾ ഇളയാനും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫുജേറയിലുള്ള ഫാമിലി, അതിൽ നിന്ന് സിസ്റ്ററും മോളും ഹസ്ബൻഡൊക്കെ ഉണ്ട്. പക്ഷെ അവർ സെപ്പറേറ്റ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ഒരു ദിവസം അങ്ങനെ ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അവർ ഫുജേറയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർ ആ വഴി അങ്ങനെ വന്നു. നമ്മൾ അജ്മാൻ ആയതുകൊണ്ട് നമ്മളും ഈ വഴിയും അങ്ങ് പോയി. പക്ഷേ അവിടെ എത്തിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പുറത്തിറങ്ങാനായപ്പോൾ ആണ് എല്ലാവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായത്. ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ ഇത്ര ഈ ഒരു ക്രൗഡൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇത് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാരുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആണല്ലോ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് സാധാരണ ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ മുമ്പൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര തണുപ്പുണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും. കുറേ ആൾക്കാരിങ്ങനെ തടിച്ചു കൂടുന്ന സമയത്ത് അവിടെ അങ്ങനെ തണുക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇനി കുറേ ആയിട്ടാണ് പറയുന്നത് ഈ ഒരു തുർക്കിഷ് ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് നല്ല എക്സ്പെൻസീവാണ്. ഒരു ഐസ്ക്രീമിന് തന്നെ 25 ദിറംസ് ഉണ്ട്. അപ്പോൾ 2 പേർക്കും വാങ്ങുമ്പോൾക്ക് 50 ദിറംസ് ആയി. പക്ഷേ ആ ഒരു പൈസക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിറ്റി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്ഡൊണാൾഡിൻ്റെ ഐസ്ക്രീം കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു 7 അയലത്ത് പോലും ഈ ഒരു ഐസ്ക്രീം ഇല്ല. ശരിക്കും അത് അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു ഹൊറർ ഷോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ മെയിൻ സ്റ്റേജിൽ ഇരുന്നിട്ട് കാണലാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഡാൻസും മാജിക്കും പിന്നെ സ്കിറ്റൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഹിന്ദി പാട്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോക്ക് കോപ്പി റൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.